ഹൽദ്വാനിയിലെ ശുദ്ധീകരണ വിവാദത്തിൽ പാർട്ടിയിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ലെന്ന മല്ലികാർജ്ജുൻ ഖർഗെയുടെ പരിഭവത്തിൽ ഇടപെട്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകി. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകൾ പൊതുവേദികളിലും സോഷ്യൽ മീഡിയയിലും എത്രത്തോളം ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്ന് പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൃത്യമായ ഇടവേളകളിൽ സമർപ്പിക്കാൻ സമൂഹമാധ്യമ വിഭാഗത്തിന് നിർദ്ദേശം നൽകി. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ ആദ്യം രാജ്യസഭയിൽ പറഞ്ഞു, അപ്പോൾ BJP പരിഹസിച്ചു. പിന്നീട് കോൺഗ്രസിൽ പറഞ്ഞിട്ട് പോലും താൻ ഹൽദ്വാനിയിൽ നേരിട്ട ആ അപമാനത്തിന്, ശുദ്ധീകരണത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനത്തിന്റെ മുറിവ് കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കും മനസ്സിലായില്ല എന്നാണ് ഇന്നലെ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞത്. ഈ വിഷയം ഗൗരവമായി രാഹുൽ ഗാന്ധി പരിഗണിക്കുകയാണോ? അരുൺ, രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുകയാണ്. ഹൽദ്വാനിയിലെ ശുദ്ധീകരണ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് പാർട്ടിക്ക് അകത്തുനിന്ന് വേണ്ട പിന്തുണ ലഭിച്ചില്ല എന്നായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം പ്രവർത്തക സമിതി യോഗത്തിൽ വ്യക്തമാക്കിയത്. മുതിർന്ന പല നേതാക്കളും പ്രവർത്തക സമിതിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളും ചർച്ചയിൽ പോകുന്ന സുമുഖന്മാർ പോലും ഇക്കാര്യത്തിൽ വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തിയില്ല എന്ന് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്താണെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ അടക്കം നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം സോഷ്യൽ മീഡിയ വിഭാഗത്തിന് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. പാർട്ടിയുടെ നയങ്ങൾ, അതോടൊപ്പം പാർട്ടിയുടെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇവർ ഏത് തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് കൃത്യമായ റിപ്പോർട്ട് ഇടവേളയിൽ നൽകണം എന്നാണ് സുപ്രിയ ശ്രീനാഥയ്ക്ക് രാഹുൽ ഗാന്ധി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ വലിയ തരത്തിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു വിലയിരുത്തൽ രാഹുൽ ഗാന്ധിക്കും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്താനുള്ള നിർദ്ദേശം എന്താണെങ്കിലും നൽകിയിരിക്കുന്നത്. നേതാക്കളുടെ ഓരോ പ്രവർത്തനവും ഇതിൽ കൃത്യമായി തന്നെ വിലയിരുത്തപ്പെടും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നമുക്കറിയാം ഈ പറഞ്ഞ സമൂഹ മാധ്യമങ്ങളൊക്കെ സജീവമായി നിൽക്കുന്ന നേതാവാണ്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളൊക്കെ വരുന്ന സമൂഹ മാധ്യമങ്ങളാണ്. അതേസമയം മറ്റ് പല വക്താക്കൾ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ പാർട്ടിയുടെ നയങ്ങളും പാർട്ടിയുടെ രീതികളും ഒന്നും ഇതുപോലെ അഭിപ്രായങ്ങളൊന്നും കൃത്യമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നില്ല. നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉണ്ട്. എന്താണെങ്കിലും ആ കാര്യത്തിലേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ജാഗ്രതയും ഒപ്പം നിരീക്ഷണവും വന്നിരിക്കുന്നത്. കൃത്യമായി തന്നെ സോഷ്യൽ മീഡിയ വിഭാഗം കോൺഗ്രസിന്റെ കൃത്യമായി ഇക്കാര്യങ്ങൾ പരിശോധിക്കണം, നേതാക്കൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണം. ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്ത് ഇതിൽ ഏതെങ്കിലും വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ട നടപടികളൊക്കെ ഉണ്ടാകണമെന്ന നിർദ്ദേശം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടാകുന്നത്. അതിലൂടെ ഭാഗമായാണ് ഇപ്പോൾ കൃത്യമായി ഇടവേളകളിൽ നേതാക്കളുടെ സമൂഹ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അടക്കം നൽകാനുള്ള നിർദ്ദേശം സാമൂഹ്യമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമ ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് വേണ്ട പിന്തുണ ഇപ്പറഞ്ഞ ശുദ്ധീകരണ വിഭാഗത്തിൽ ലഭിച്ചില്ല എന്നതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ചാഞ്ചാട്ടമുണ്ടോ എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത്. മുജീബ് പുല്ലാനി പട്ടാമ്പി ചോദിക്കുന്നു. അരുൺ ഭായ് വെരി ഗുഡ് മോർണിംഗ്. ഫാസിൽ ചോദിക്കുന്നു, കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ചാഞ്ചാട്ടമാണ് എന്ന് പറയുന്നു.